പാലക്കാട് പുൽപ്പള്ളിയിൽ കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് മരിച്ച സഹോദരങ്ങളായ ആൽഫ്രഡിനും എമിൽ മരിയയ്ക്കും വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി ജന്മനാട്. കുട്ടികൾ പഠിച്ച പുൽപ്പള്ളി KVM UP സ്കൂളിലും ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലും ഭൗതികദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് അട്ടപ്പാടി താവളത്തെ ഹോളി ട്രിനിറ്റി ദേവാലയ സെമിത്തേരിയിലാണ് ഇരുവരുടെയും സംസ്കാരം നടന്നത്. രാവിലെ 9:40ഓടെയാണ് ആൽഫ്രഡ് എന്ന 6 വയസ്സുകാരൻ്റെയും എമിൽ മരിയ എന്ന 4 വയസ്സുകാരിയുടെയും മൃതദേഹം കുട്ടികൾ പഠിച്ച പുൽപ്പള്ളി KVM UP സ്കൂളിലേക്ക് എത്തിച്ചത്. കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച സഹപാഠികളോട് കുശലം പറഞ്ഞ സ്കൂൾ മുറ്റത്തേക്ക് അവരുടെ ചേതനയറ്റ ശരീരങ്ങൾ എത്തിച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമൊക്കെ ഒരുപോലെ വിങ്ങിപ്പൊട്ടി. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലും മൃതദേഹങ്ങൾ എത്തിച്ചു. മതപരമായ പ്രാർത്ഥനകളും ഇവിടെ നടന്നു. 3 മണിയോടെ അട്ടപ്പാടി താവളത്തെ അമ്മയുടെ വീട്ടിലേക്ക് ഭൗതിക ശരീരങ്ങൾ എത്തിച്ചു. തുടർന്ന് താവളം ഹോളി ട്രിനിറ്റി ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പുൽപ്പള്ളി സ്വദേശി എൽസിക്കും 3 മക്കൾക്കും പൊള്ളലേറ്റത്. 4 പേരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആൽഫ്രഡും എമിൽ മരിയയും ശനിയാഴ്ച മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തൻ്റെ മക്കൾക്ക് വിട നൽകാൻ അമ്മ എൽസിക്ക് എത്താനായിട്ടില്ല. എൽസി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എൽസി ഗുരുതര നില തരണം ചെയ്യുകയാണെങ്കിൽ മക്കളെ കാണിക്കാനായി സംസ്കാര ചടങ്ങുകൾ 2 ദിവസത്തേക്ക് നീട്ടിവെക്കുകയാണെന്ന് ബന്ധുക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ എൽസിയുടെ നില മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തുകയായിരുന്നു. ജനം, പാലക്കാട്.